കണ്ണൂരിൽ നേതൃത്വത്തിന് അണികളുടെ തിരുത്ത സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിച്ച രീതിക്കെതിരായ പ്രതികരണമാണ് പയ്യന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ കണ്ടത്. പാർട്ടി ഗ്രാമങ്ങൾ വരെ നേതൃത്വത്തിന് എതിരെ തിരിഞ്ഞു. ഇത് സിപിഎമ്മിൽ ഉണ്ടാക്കാൻ പോകുന്നത് വൻ ഭൂകമ്പമാകും. പയ്യന്നൂരും തളിപ്പറമ്പും സിപിഎമ്മിന്റെ എക്കാലത്തെയും ഉരുക്കുകോട്ടകൾ. ഏതു കൊടുങ്കാറ്റിലും വീഴില്ലെന്ന് സിപിഎം നേതൃത്വം ഊറ്റം കൊണ്ടിരുന്ന മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ പാർട്ടിയെ വെല്ലുവിളിച്ച 2 പേർ വിജയിച്ചു. സിപിഎമ്മിന്റെ അണികളാകെ നിരാശയിലാണ്. തിരുത്താൻ ഒരുപാടുണ്ട് ഈ പാർട്ടിക്ക്. അത് എന്തൊക്കെ എന്ന് കണ്ടെത്തുകയാണ് പരമപ്രധാനം. അതിന്റെ നടപടികളിലേക്ക് കടക്കും എന്നാണ് നേതാക്കൾ ഓരോന്നായി പറയുന്നത്. തിരുത്തൽ എവിടെ നിന്ന് തുടങ്ങും എന്നതാണ് പ്രസക്തമായ ചോദ്യം. അടിത്തട്ടിലല്ല തിരുത്തൽ വേണ്ടത്, മുകൾ തട്ടിൽ തന്നെയാണ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ എന്നതും ചോദ്യമാണ്. തളിപ്പറമ്പിൽ PK ശാമിളുടെ സ്ഥാനാർത്ഥിത്വം മണ്ഡലം കമ്മിറ്റിയിൽ വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടും അതിൽ ഇടപെടാൻ MV ഗോവിന്ദന് കഴിഞ്ഞില്ല. ഭാര്യ മത്സരിക്കേണ്ടതില്ല എന്ന ഒറ്റ തീരുമാനം MV ഗോവിന്ദൻ എടുത്തിരുന്നുവെങ്കിൽ ഈ നാണക്കേട് പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിക്കും ഉണ്ടാകുമായിരുന്നില്ല. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം ഉയർന്നപ്പോൾ TI മസൂദനെതിരെ പാർട്ടി നടപടി എടുത്തതാണ്. അതിൽ ഉറച്ചുനിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പയ്യന്നൂർ എന്ന കോട്ടയും തകരുമായിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തിരുത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM-ഉം ഇടതുപക്ഷവും. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് ഈ തിരിച്ചടിയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുക എന്നതാണ് ഈ ഘട്ടത്തിൽ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ചെയ്യാനുള്ളത്. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുക. തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായ പരാജയത്തെക്കുറിച്ചാണ് പാർട്ടി പരിശോധിക്കുക. അതുകൊണ്ട് അതിലെല്ലാ കാര്യങ്ങളും പരിശോധനാ വിധേയമാക്കും. തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയും ഉണ്ടാകില്ല. ആ തിരുത്തിന്റെ ആഴം എത്ര എന്നതാണ് ഇനി അറിയേണ്ടത്. അണികൾ നൽകിയ തിരുത്തൽ ഷോക്കിലാണ് CPM നേതൃത്വം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പരാജയം CPM എങ്ങനെ വിശദീകരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വലിയ തിരിച്ചടി എന്നു മാത്രം പറഞ്ഞാൽ പോരാ ഈ പരാജയത്തെ. നേതൃത്വം ഇരുന്നു ചിന്തിക്കേണ്ട വിഷയമാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായത്. മറ്റിടങ്ങളിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് നേതൃത്വം അണികളോട് എങ്ങനെ വിശദീകരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.